അഞ്ജു കേൾക്കാമോ? കേൾക്കാം മാഡം. അഞ്ജു, എനിക്കറിയാം നിങ്ങളുടെ കുടുംബം, നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഈ സംഭവത്തോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കേറെ ബുദ്ധിമുട്ടുള്ള, ചോദ്യം ചോദിക്കുക എന്നത് ഞങ്ങൾക്കേറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ. നമുക്ക് അർജുനെ തിരികെ കൊണ്ടുവരേണ്ടതുമുണ്ട്. ഇന്ന് അഞ്ജു സംസാരിക്കുമ്പോൾ കാണിച്ച ധൈര്യവും ആത്മവിശ്വാസവും കരുത്തുമൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതുമാണ്. എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ പറ്റി നോക്കിക്കാണുന്നത്? ആ സംവിധാനം ചലിച്ചു തുടങ്ങി എന്നെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ഹോപ്പുള്ളത്, അവിടെ രഞ്ജിത്ത് ഇഷാൽ എന്ന് പറഞ്ഞ സാർ അവിടെ എത്തി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാറ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് വിളിച്ചപ്പോഴും ഒരു 70% ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. ഇതുവരെ തെറ്റായ രീതിയിലാണ് അവിടെ ഈ ഒരു നടപടി, മീൻസ് നമ്മുടെ രക്ഷാപ്രവർത്തനം നടന്നതെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു രീതിയിൽ അന്നേ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ എനിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളത്. അവനെ തിരിച്ചു കിട്ടുക. ഇവിടുന്നൊരു വലിയ സംഘം അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോകാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് അവിടത്തേക്കുള്ള പ്രവേശനം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിപ്പോ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയ ശ്രീ രഞ്ജിത്തിനെ നമുക്കറിയാം. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണ് കർണാടക പോലീസ് എന്നുള്ളതാണ് മനാഫൊക്കെ അടക്കം പറയുന്നത്. മനാഫിനെ കയ്യേറ്റം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തിനായിരിക്കാം അഞ്ജു? അറിയില്ല മാഡം. നമ്മളും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു ജീവൻ അത്രയും വില അവർ കൽപ്പിക്കുന്നില്ലേ? അതായത് വെറും ഒരു ഡ്രൈവർ ആയതുകൊണ്ടാണോ അവരിങ്ങനെ ഇത്രയും ഡിലേ ചെയ്യുന്നത്? നമ്മളെ മാത്രമാണ് ഇപ്പം ഈ ഒരാളെ കാണാനില്ല എന്നും പറഞ്ഞ് നമ്മൾ അവിടെ എത്തുന്നതും നമ്മൾ ചോദിക്കും. മറ്റു ബന്ധുക്കളും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല. വേറെയും ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് കുടുങ്ങി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മീൻസ് അറ്റ്ലീസ്റ്റ് അവരെ കിട്ടുന്നുണ്ട്, തെരഞ്ഞു കിട്ടുന്നുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ഒന്നും ബന്ധുക്കളൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല. നമ്മളത് പറഞ്ഞതുകൊണ്ട് ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ഒരു ന്യൂസ്, ഈ ഒരു സംഭവം, ഇത്രയും അവിടുത്തെ ഒരു ഭീകരാവസ്ഥ നമുക്കിപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കുന്നത്, മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഒരു ജീവൻ ഇത്രയും വിലയില്ല? ഒരു സാധാരണക്കാരന് നമുക്ക് ജസ്റ്റിസ് കിട്ടൂലേ? അതിനിടയിൽ കള്ളം പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ. അതൊക്കെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ. അത് നമ്മുടെ ഭാഗത്തു നിന്നും അറിയിക്കാൻ ഒരുപാട് വൈകി, ഞങ്ങൾ ഡിലേ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് കാരണം ഞങ്ങൾ അത്രയും വിങ്ങി പൊട്ടിയാകരുത്. അത് ഇപ്പൊ നമ്മളൊക്കെ സ്ട്രോങ് ആവുന്നുണ്ട്. ഇത്രയും ദിവസത്തെ ആ ഒരു കാത്തിരിപ്പ് വല്ലാതെ നമ്മളെ ബോൾഡ് ആക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ അവസ്ഥയിലും നമ്മൾ അതിന്റെ ഉള്ളിൽ പെട്ടില്ലേ, എന്നിട്ടും കൂടി നമ്മൾ എല്ലാ വഴികളും നമ്മൾ തേടിയുണ്ട്. ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും ഒക്കെ സ്റ്റേഷനിൽ അറിയിക്കുന്നതും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പലതിലും നമ്മൾ അതാണ് കേൾക്കുന്നത്, നമ്മൾ അറിയിക്കാൻ വൈകി. നമ്മളൊരു കാര്യം ഉണ്ടാവും ഡയറക്റ്റ് മിനിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടല്ല അറിയിക്കുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മുടെ അവിടുത്തെ ഒരു സിസ്റ്റത്തിലും ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലും വിശ്വസിച്ചു. അഞ്ജു, ശരിയാണ്. അഞ്ജു പറയുന്നത് പോലെ നമ്മളെ കരുത്തരാക്കുന്നുണ്ട്, കരുത്തരാക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടായെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു കുടുംബവും ഒക്കെയുണ്ട്. ഇന്നിപ്പോൾ സംസാരിക്കുമ്പോഴും അഞ്ജുവാണ് അതിലേറ്റവും കൂടുതൽ ഒരു ധൈര്യം കാണിക്കുന്നത്. വീട്ടുകാർക്ക് എല്ലാവർക്കും അത് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു ഇവിടെ ആർക്കും നമ്മളൊരു കരച്ചിലും വിഷമത്തിലും അല്ല. അവനെ നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കരഞ്ഞു കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മള് മനസ്സിന് ശക്തി കൊടുത്ത് നമ്മളെല്ലാരും പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. നമുക്കിപ്പോഴും ഹോപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്നിനും തെളിവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ആ ഒരു വിശ്വാസമാണ് ഞങ്ങളെ ഈ ഒരു ധൈര്യത്തിലേക്ക് നയിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ 3 മണിക്കൂർ നമുക്കറിയാം, 3 ദിവസം നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഏറ്റവും ഫലവത്തായി നടക്കുന്നത്. നമ്മളോട് കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കുമ്പോൾ ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ പറയുന്നത് ഗോൾഡൻ അവേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന മണിക്കൂറുകളാണ് ഈ കർണാടക ഈ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം എത്ര പ്രയത്നമുണ്ടായി മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, മന്ത്രി നേരിട്ട് ഒക്കെ. അതിനപ്പുറത്ത് ഇവിടെ നിന്ന് പോകാൻ 10-40 പേരുടെ ഒരു സംഘം തയ്യാറാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാതെ പോകുന്നത്? അതിനോടുള്ള അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാരും കൂടി നേരത്തെ മീഡിയന്റെ മുന്നിൽ വന്നതും അത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചതും. നമ്മൾ പറയുന്നുണ്ട്, നമ്മളെല്ലാവരുടെ അടുത്തും അവിടെ സാറിനെ കണ്ട മുതലും നമ്മൾ ഇതാണ് ആവശ്യപ്പെടുന്നത്. അവിടുത്തെ ഒരു ഇതിൽ നമുക്ക് വിശ്വാസമല്ല. നമുക്ക് മറ്റു എന്തെങ്കിലും ഒരു രീതിയിൽ പോണം എന്നുള്ളത്, അതായത് ആർമിയെങ്കിലും വരണം എന്നുള്ളത് നമ്മൾ ആ റിക്വസ്റ്റ് മെനാന്ന് മുതലേ പറയുന്നുണ്ട്. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചപ്പോൾ ഈ പട്ടാളം വരണം എന്നുള്ളൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നില്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? സാറ് പറഞ്ഞത് നമുക്ക് അവിടെ നേവലും അതേമാതിരി എയർഫോഴ്സും ഒക്കെ
അവിടെ വരുന്നുണ്ട്, അവര് നോക്കട്ടെ, അതിനപ്പുറത്തേക്കെല്ലാം ബാക്കി നമുക്ക് പിന്നെ അവിടുത്തെ ആ ലൊക്കേഷനും കാര്യങ്ങളും നോക്കിയിട്ട് ഏത് ആളുകൾ വരണം എന്നുള്ളത് നമ്മൾ നോക്കട്ടെ എന്നാണ് സാറ് പറഞ്ഞത്. ഇന്നിപ്പോ സൈന്യം വരേണ്ട ആവശ്യമില്ല എന്ന് കുമാരസ്വാമി അവിടെ എത്തി പറയുന്നു എന്നുള്ളതാണ്. ഈ സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം സാങ്കേതികതകൾ പറയുന്നതിനെ എങ്ങനെയാണ് അഞ്ജു കാണേണ്ടത്? നമുക്ക് വിശ്വാസത നഷ്ടപ്പെട്ടു മാഡം. നമ്മൾ സാധാരണക്കാർക്ക് ഇതൊന്നും നീതി കിട്ടൂല, ഇങ്ങനത്തെ കാര്യത്തിൽ നീതി കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം ഇപ്പൊ വന്നു. കാരണം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതൊരു ഡ്രൈവർ അല്ലേ എന്നുള്ളത് ഏതൊരു പോലീസുകാരെ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്. ഒരു മിനിസ്റ്ററിന്റെ ആരെങ്കിലും ആ ഒരു ലെവലിലുള്ള ആളുകളോ പൊളിറ്റിക്സ് ആയിട്ട് ഞാൻ പറയല്ല, വലിയ അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടിയും സ്പീഡിൽ ഇതിന് നീതി കിട്ടിയേനെ തോന്നുന്നു, ഇവരുടെ ഒരു മനോഭാവം വെച്ചിട്ട്. അത് ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലായതുകൊണ്ടാകാം ഇത്ര ഒരു അവരെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു രീതിയിൽ പോവാൻ. അഞ്ജു, അങ്ങനെയല്ല. ഇതിപ്പോ അർജുൻ അദ്ദേഹത്തിന്റെ ജോലി അങ്ങനെയൊന്നുമല്ല. ഇത് നോക്കുന്നപ്പോ നമ്മളെല്ലാവരും അല്ലെ, നമ്മുടെ ഒരു കൂടെ പറഞ്ഞ പോലെ കേരളം മുഴുവൻ ഒന്നിച്ചു നിൽക്കുകയാണ്. കേരളം മുഴുവൻ നമ്മൾ അങ്ങനെയാണ് നിൽക്കുന്നത്. കേരളത്തിന്റെ എല്ലാ സപ്പോർട്ടും മീഡിയന്റെ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യം വിശ്വാസം ഞങ്ങൾക്ക് അത്രയുണ്ട്. നമ്മുടെ കൂടെ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടുത്തെ അവസ്ഥയാണ് പറയുന്നത്. അവിടെ നിന്നുള്ള നമുക്ക് ഓരോ ചോദ്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴേ. ശരി, വളരെയധികം നന്ദി അഞ്ജു. ഇത്രയും നേരം സംസാരിച്ചതിന് തന്നെ സംസാരിപ്പിക്കേണ്ടി വന്നതുപോലും എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അങ്ങ് മുന്നോട്ട് വെക്കുന്ന ഈ ധൈര്യവും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാലും എന്തിനെ നേരിടേണ്ടി വന്നാലും മനുഷ്യരൊക്കെ ഇങ്ങനെ വലിയ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് വലിയ പ്രതീക്ഷയുമാണ്. അഞ്ജു, വളരെയധികം നന്ദി. അർജുൻ തിരികെ വരും, അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം, പ്രാർത്ഥന.